ഇനി നമ്മൾ ആദ്യം മനസ്സിൽ നമ്മളുടെ ഗുരുക്കന്മാരെ പ്രാർത്ഥിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അടുത്തത് മഹാഗണപതയേ നമഃ. അവിഘ്നമസ്തു. നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി വിഘ്നമില്ലാതെ മുമ്പോട്ട് പോകാൻ പ്രാർത്ഥിക്കുന്നു. ഇനി മഹാസങ്കല്പമാണ്, ഞാൻ ചൊല്ലാം. സാധിക്കുന്നവർ നിങ്ങൾ ഏറ്റു ചൊല്ലുക, അല്ലാത്തവർ കേൾക്കുക. ഓം കൃഷ്ണ കൃഷ്ണ വിഷ്ണോരാജ്ഞയ പ്രവർത്തമാനസ്യ ആദ്യ ബ്രഹ്മണഃ ദ്വിതീയപരാർദ്ധേ ശ്വേതവരാഹകൽപ്പേ വൈവസ്വതമന്വന്തരേ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമപാദേ ജംബോദ്വീപേ ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോः ദക്ഷിണേ പാർശ്വേ ദണ്ഡകാരണ്യേ ഗോദാവര്യാः ദക്ഷിണേ തീരെ ശാലീവാഹനശകേ ബൗദ്ധാവതാരേ പരശുരാമക്ഷേത്രേ അസ്മിൻ വർഷേ വർത്തമാനേ സർവരീനാമ സംവത്സരസ്യ ദക്ഷിണായനേ കർക്കിടകേ അർഘേ ശ്രാവണമാസേ ഗ്രീഷ്മഋതൗ അമാവാസ്യാം ശുഭതിഥൗ മമ വംശദ്വയ മാതൃവംശ പിതൃവംശ വംശദ്വയ പൂർവപിതാമഹ തർപ്പണ ശ്രാദ്ധ കർമാഖ്യം കരിഷ്യേ. സ്പൂണിൽ വെള്ളമെടുത്ത് വലത്തെ കൈയിലൂടെ താമ്പാളത്തിലേക്ക് ഒഴിക്കുക. സ്പൂണിൽ വെള്ളമെടുത്ത് വലത്തെ കൈയിലേക്ക് വെള്ളം വരണം, ഒഴിക്കുക. ഇനി നമ്മൾ പീഠം വിരിക്കുക എന്ന് പറയും. എങ്ങനെയാ പീഠം വിരിക്കുക? നമ്മൾ പിണ്ടമിടാൻ പോകുന്ന നമ്മളുടെ മുമ്പിലുള്ള കുറച്ച് സ്ഥലം ശുദ്ധീകരിക്കലാണ്. വലത്തെ കയ്യിൽ വെള്ളമെടുത്ത് ഓം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ഈ 7 പവിത്ര നദികളുടെ വെള്ളം നമ്മളുടെ ഈ പിതൃകർമ്മം നടത്താൻ പോകുന്ന പിണ്ടസ്ഥലം അത് ശുദ്ധമാക്കട്ടെ എന്ന് പറഞ്ഞ് നിലത്ത് തളിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ദർഭപ്പുല്ലുണ്ട്. ആ ദർഭപ്പുല്ല് ഇതേ രീതിയിൽ പിടിക്കുക. നമ്മളുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം അടുത്ത മന്ത്രം ചൊല്ലുക. നമ്മൾ ഭാരതത്തിലെ പവിത്രമായ പുണ്യ നഗരിയിൽ ഈ കർമ്മം ചെയ്യുന്നു എന്നുള്ളതാണ് സങ്കല്പം. ഓം അയോധ്യ മധുര മായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരാവതി ചൈവ സപ്തൈതേ മോക്ഷദായക. ഈ 7 നഗരങ്ങളിൽ, പുണ്യ നഗരങ്ങളിൽ, പുരാണപ്രസിദ്ധമായ നഗരങ്ങളിൽ ഞാൻ എൻ്റെ പിതൃക്കളുടെ പിതൃകർമ്മം നടത്തുന്നു എന്ന സങ്കല്പത്തിൽ ആ ദർഭപ്പുല്ല് നിങ്ങളിപ്പോൾ വെള്ളം തളിച്ച സ്ഥലത്ത് തെക്ക് വടക്കായിട്ട് വിരിച്ചു വയ്ക്കുക. ഒരുമിച്ചല്ല, വിരിച്ച് അതിൻ്റെ മുകളിലാണ് നമുക്ക് പിണ്ടം വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ദർഭപ്പുല്ല് വിരിച്ചു, അതായത് പീഠം സ്ഥാപിച്ചു എന്നർത്ഥം. പിണ്ടം വയ്ക്കാൻ നിലം ശുദ്ധീകരിച്ചു, പീഠം വിരിച്ചു. ഇനി നമ്മൾ ആദി പിതൃക്കളെ ആവാഹിക്കുന്നു. ആരാദി പിതൃക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാനവരാശിയുടെ ആരംഭം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആണ്. അതുകൊണ്ട് നമ്മളുടെയൊക്കെ ആരംഭം അച്ഛനമ്മ, അവരുടെ അച്ഛനമ്മ പുറകോട്ട് പോയാൽ നമ്മളുടെ ഭാരതീയ സംസ്കാരം ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച് ഏതാണ്ട് ഒരു ഭാരതീയ സംസ്കാരത്തിന് ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുണ്ട് എങ്കിൽ 10,000 ഡിവൈഡഡ് ബൈ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒരു 20-21 വയസ്സെടുത്താൽ 500 തലമുറ. ഈ 500 തലമുറയിൽ നമ്മളുടെ അച്ഛൻ അമ്മ, അവരുടെ അച്ഛനമ്മ ആ 3 തലമുറ മാറ്റി നിർത്തി അതിന് പുറകോട്ട് ഉള്ള പിതൃക്കളെയാണ് നമ്മൾ ആദി പിതൃക്കൾ എന്ന് പറയുന്നത്. ദ സ്റ്റാർട്ടിങ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. ആദി പിതൃക്കളെ അവരെ നമ്മൾ ആവാഹിക്കുകയാണ്. കയ്യിൽ എള്ളെടുക്കുക, അതുപോലെ തന്നെ തുളസി, അതുപോലെ തന്നെ ചെറുള എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലിപ്പൂവ്, കുറച്ച് കറുക, ഒരല്പം ചന്ദനം. ഇത് കുറച്ച് കൂടുതലെടുത്ത് 2 കൈയിലേക്കും എടുക്കാം. 2 കൈയിലേക്ക് നമ്മളിങ്ങനെ എടുത്ത് ഒരു ഭാഗമായിട്ടെടുത്ത് തോളിൻ്റെ മുകളിൽ
നമ്മൾ ഈ പ്രപഞ്ചത്തിൽ അവരുടെ ആത്മാവ് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൽ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് നമുക്കൊക്കെ ജീവാത്മാവ് വരുന്നത്. നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അത് പ്രപഞ്ചത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, അടുത്ത ശരീരം കിട്ടുന്നത് വരെ. നമ്മളുടെ ആദി പിതൃക്കൾ അവർ ഈ പ്രപഞ്ചത്തിലുണ്ട്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ശരീരം എടുത്തിട്ടുണ്ട്, രണ്ടായാലും നമുക്ക് പ്രശ്നമില്ല. അപ്പം ആദി പിതൃക്കളെ നമ്മൾ ആവാഹിക്കുന്നു. എങ്ങനെയാണോ നമ്മൾ അതിഥിമാരെ നമ്മളുടെ ഗേറ്റിൽ ചെന്ന് സ്വീകരിക്കുന്നത്, അതുപോലെ ഉള്ള വാക്കാണ് ആവാഹനം. നമ്മൾ വിളിച്ചു കൊണ്ടുവരുന്നു എന്നാണ് ആവാഹനം എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ അവരെ ആവാഹിക്കുന്നു. അതിനുള്ള മന്ത്രമാണ്, നല്ല രീതിയിൽ അർത്ഥമറിഞ്ഞ് വാക്ക് നോക്കാം. ഓം വസു രുദ്ര ആദിത്യ സ്വരൂപാൻ മമ വംശദ്വയ ആദിപിതൃൻ ധ്യായാമി ആവാഹയാമി അസ്മിൻ കൂർച്ച മധ്യേ സ്ഥാപയാമി പൂജയാമി. ആദിപിതൃക്കളെ ആവാഹിച്ച് ഈ ദർഭപ്പുല്ലിൻ്റെ നടുക്ക് ഞാൻ സ്ഥാപിക്കുന്നു എന്ന് മനസ്സിൽ നല്ലോണം ധ്യാനിച്ച് ആ ദർഭപ്പുല്ലിൻ്റെ നടുക്ക് വയ്ക്കുക. കയ്യിലുള്ള രണ്ടു കൂടി കൂട്ടിച്ചേർത്ത് വലത്തെ കയ്യിൽ നടുക്ക് വയ്ക്കുക. 3 പ്രാവശ്യം ആദിപിതൃക്കളെ പൂജ നടത്താനായിട്ട് വെള്ളം കൊടുക്കുക. സ്പൂണിൽ വെള്ളമെടുത്ത് വലത്തെ കയ്യിൽ ഒഴിച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. 3 പ്രാവശ്യം അരി കൊടുക്കുക. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. 3 പ്രാവശ്യം തുളസി ഒരില കയ്യിൽ പിടിച്ചിട്ട്, തുളസി കുറവാണെങ്കിൽ ഒരില കയ്യിൽ പിടിച്ചിട്ട് 3 പ്രാവശ്യം നാമം ജപിച്ച് കൊടുക്കാം. 3 പ്രാവശ്യം ബലിപ്പൂവ് ചെറുവിള 3 പ്രാവശ്യം കൊടുക്കുക. അതില്ലെങ്കിൽ തുളസി തന്നെ കൊടുത്താലും മതി. കറുക 3 പ്രാവശ്യം ഇതേപോലെ തന്നെ മന്ത്രം ചൊല്ലിയിട്ട്, പിന്നെ ഒരു തുളസി എടുത്ത് ചന്ദനത്തിൽ തൊട്ട്, ഒരു തുളസി എടുത്ത് ചന്ദനത്തിൽ തൊട്ട് ഞാനൊരു മന്ത്രം പറയാം, അത് നിങ്ങൾ പറയണ്ട. ഗന്ധധ്വാരാം ദുരാദർശാം നിത്യപുഷ്ടാം കരീഷണീം ഈശ്വരീം സർവഭൂതാന താമിഹോപ ഹൊയേശ്രിയം ഗന്ധം സമർപ്പയാമി. ചന്ദനം കൊടുക്കുക. ഇനി 3 പ്രാവശ്യം വെള്ളം വീണ്ടും കൊടുക്കുക. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഇപ്പം നമ്മൾ ആദി പിതൃക്കളെ ക്ഷണിച്ചു വരുത്തി നമ്മളുടെ ദർഭപ്പുല്ലിൻ്റെ നടുക്ക് പ്രതിഷ്ഠിച്ച് അവർക്ക് ജലഗന്ധ പുഷ്പത്തോടു കൂടി നമ്മൾ അവരെ പൂജിച്ച് അവിടെ ഇരുത്തി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ മൂലപിതൃക്കൾ, നമുക്ക് നേരിട്ട് പരിചയമുള്ള മൂലപിതൃക്കൾ, അച്ഛനമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ അവരുടെ പുറകിലുള്ള തലമുറയിലെ അച്ഛനമ്മ, അവരുടെ അച്ഛനമ്മ, അവരുടെ അച്ഛനമ്മ, അവരെയും നമ്മൾ ഇതേപോലെ തന്നെ ആവാഹിക്കുകയാണ്. ഇതേപോലെ ആവാഹിക്കുന്നു. കയ്യിൽ അരിയെടുക്കുക, കുറച്ച് എള്ളെടുക്കുക, തുളസി, പിന്നെ കറുക, ചന്ദനം, ഇതെടുത്തിട്ട് തോളിൻ്റെ താഴെ, തോളിൻ്റെ മുകളിൽ വേണ്ട, തോളിൻ്റെ താഴെ വെച്ച് നമ്മളൊരു മന്ത്രം പറയുന്നു. മൂലപിതൃഭ്യോ നമഃ, നമ്മളുടെ മൂലപിതൃഭ്യോ നമഃ. ഇനി ധ്യായാമി എന്ന് പറയുമ്പോൾ മരിച്ചുപോയ അച്ഛൻ അമ്മ, മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛനമ്മ, അവരുടെ അച്ഛൻ, അവരുടെ മുഖം, അവരുടെ ചിത്രം മനസ്സിൽ ധ്യാനിക്കുക. ആദിപിതൃക്കളെ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കില്ല, നമ്മൾ അവരെ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുള്ള ഇവരെ നമ്മൾ ധ്യാനിച്ച് മൂലപിതൃഭ്യോ നമഃ ധ്യായാമി ആവാഹയാമി അസ്മിൻ കൂർച്ച മൂലേ സ്ഥാപയാമി പൂജയാമി. ഈ അവരെ നല്ലോണം ധ്യാനിച്ച് ദർഭപ്പുല്ലിൻ്റെ ചുവടറ്റത്ത്, നേരത്തെ നമ്മൾ വെച്ചത് ദർഭപ്പുല്ലിൻ്റെ നടുക്കാണ്, ഇപ്പം നമ്മൾ ദർഭപ്പുല്ലിൻ്റെ ചുവടറ്റത്ത് അത് വെക്കുന്നു. ധ്യാനിച്ച് ആവാഹിച്ച് അവരെ നമ്മളവിടെ പ്രതിഷ്ഠിക്കുന്നു. ഇനി 3 പ്രാവശ്യം മൂലപിതൃക്കൾക്ക് വെള്ളം കൊടുക്കുക. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. 3 പ്രാവശ്യം അരി. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണ. 3 പ്രാവശ്യം എള്ള. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. കറുകയും ചെറുവിളയും ഓം നമോ നാരായണായ. അത് നിങ്ങളുടെ കയ്യിൽ അളവ് കുറവാണെങ്കിൽ കറുക വലത്തെ കയ്യിൽ പിടിച്ച് 3 പ്രാവശ്യം ഓം നമോ നാരായണായ ചൊല്ലി അത് അവിടെ ചുവട്ടിലിട്ടാലും മതി, നേരത്തെ ആവാഹിച്ചു വെച്ചിരിക്കുന്നതിൽ. അപ്പോൾ ബലിപ്പൂവ്, കുറച്ച് ചന്ദനം, നേരത്തെ പറഞ്ഞതുപോലെ ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. പിന്നെ ലാസ്റ്റ് 3 പ്രാവശ്യം വീണ്ടും ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ് നമ്മൾ വെള്ളം കൊടുക്കും. അപ്പോൾ ആദി പിതൃക്കളെ നമ്മൾ മന്ത്രം ചൊല്ലി ആവാഹിച്ചു, മൂലപിതൃക്കളെയും നമ്മൾ ആവാഹിച്ച് അവിടെ ഇരുത്തി.
ഇനി നമ്മൾ അപ്പോൾ ആവാഹന കർമ്മം കഴിഞ്ഞു, പീഠം വിരിച്ചു, ആവാഹന കർമ്മം കഴിഞ്ഞു. ഇനി നമുക്ക് ശരിക്കും ഞാൻ പിണ്ടകർമ്മം ചെയ്യാൻ പോവുകയാണ് എന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കാം. ഓം നമ്മൾ പറയുന്നു തിലോദകം ച, ഇത് ഒരുമിച്ച് പറയണം, നിങ്ങൾ പറയണം. തിലോദകം ച പിണ്ടം ച പിതॄണാം പരിതുഷ്ടയേ സമർപ്പയാമി ഭക്ത്യാ പ്രാർത്ഥയാമി പ്രസീദമേ. ഞാൻ തിലോദകം ച പിണ്ടം ച, എള്ളിൻ്റെ വെള്ളവും ഈ പിണ്ടവും ഭക്തി പുരസ്സരം ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു. അത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും, അത് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഇത് നമ്മുടെ പ്രാർത്ഥനയാണ്. പ്രകർഷേണ യത് അർത്ഥയതേ തത് പ്രാർത്ഥന. ഇത് നമ്മൾ നമ്മുടെ പിതൃക്കളോട് ചോദിക്കുകയാണ്. നിങ്ങളെ ആവാഹിച്ച് അവിടെ ഇരുത്തി, നിങ്ങളുടെ ആത്മാവിനെ പ്രതിഷ്ഠിച്ചു. ഇനി നിങ്ങൾക്ക് ഒരു ശരീരം, അന്നമയ കോശം തരാനായിട്ട് മന്ത്രപുരസ്സരം നമ്മൾ ഈ പിണ്ടം വെക്കുന്നു. ഈ പിണ്ടം വെക്കുന്നത് അച്ഛനും അമ്മയ്ക്കും മുത്തച്ഛനും മുത്തശ്ശിക്കും അവരുടെ തലമുറയിലുള്ളവർക്ക് മാത്രമല്ല, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടിയാണ്. നമ്മളുടെ ദാസന്മാരായിട്ട്, നമ്മളുടെ ഭൃത്യന്മാരായിട്ട്, നമ്മളുടെ ശ്രേവകന്മാരായിട്ട്, നമ്മൾ ആരെയൊക്കെ ആശ്രയിച്ചോ അവർക്ക്, നമ്മളെ ആരെല്ലാം ആശ്രയിച്ച് ജീവിച്ചോ അവർക്ക്, നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിച്ച ചെടികളുടെയും മൃഗങ്ങളുടെയും പ്രോഡക്റ്റ് തന്ന ആ സസ്യലതാദികൾക്കും ആ മൃഗങ്ങൾക്കും, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ മിത്രങ്ങൾക്കും, നമുക്ക് വേണ്ടി ജീവിതത്തിലെ ത്യാഗം സഹിച്ചവരും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമ്മളെ സഹായിച്ചവരുടെയും എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നത്. പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃതത്തിലെ കോമൺ നൗൺ പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും മാത്രമുള്ള കർമ്മമല്ല പിതൃകർമ്മം എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാം. ഈ മന്ത്രം പറയുമ്പോൾ നിങ്ങൾ ഈ ചോറ്, നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ഇലയിലുള്ള ചോറിൻ്റെ ഏതാണ്ട് 2/3 ഭാഗം, മുഴുവൻ എടുക്കരുത്, 2/3 ഭാഗം ചോറ് വലത്തെ കൈയെടുത്ത് അത് ഉണ്ടയാക്കാം. 2 കൈയും ഉപയോഗിച്ച് നമുക്കതിനെ പിണ്ടമാക്കാം, അതിനെ സ്ഫെറിക്കൽ ഷേപ്പാക്കാം, ഗോളാകൃതിയിലാക്കാം. അത് നല്ലോണം അമർത്തി ഗോളാകൃതിയിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധയോടുകൂടി ഞാൻ പറയുന്ന ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് നോക്കാം. ഓം അബ്രഹ്മണോയേ പിതൃവംശജാത മാതുസ്തദാ വംശ ഭവാ മദീയ വംശദ്വയേസ്മിൻ മമ ദാസഭൂത ഭൃത്യാഹ തദൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഃ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഘദാശ്ച തേഭ്യ സ്വയം പിണ്ടബലിം ദദാമി. ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ സ്വയം ഈ പിണ്ടം സമർപ്പിക്കുന്നു. നല്ലോണം മനസ്സിൽ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് ധ്യാനിക്കാം. ഓരോരുത്തരെ ധ്യാനിക്കാൻ നമുക്ക് സമയമില്ല, ആവശ്യവുമില്ല. ആ പിണ്ടം നമ്മുടെ ദർഭപുല്ലിൻ്റെ ആദി പിതൃക്കളെ ആവാഹിച്ചു വെച്ച ആ എള്ള് കറുക ഒക്കെ വെച്ചതിൻ്റെ മുകളിൽ ആ പിണ്ടം വെക്കുക. സ്വയം പിണ്ടബലിം ദദാമി. ആ പിണ്ടം നമ്മൾ സമർപ്പിക്കും. ഇനി പിണ്ട പൂജ, ആ പിണ്ടത്തിന് പൂജ നടത്താം. 3 പ്രാവശ്യം വെള്ളം കൊടുക്കാം. ഇതാണ് പിണ്ട പൂജ എന്ന് പറയുന്നത്. 3 പ്രാവശ്യം വെള്ളം കൊടുക്കും. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണ. 3 പ്രാവശ്യം തുളസി കൊടുക്കാം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണ. 3 പ്രാവശ്യം ചെറുള അല്ലെങ്കിൽ ബലിപ്പൂവ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. എത്രയാണോ ഉള്ളത് അത്രയും പ്രാവശ്യം കൊടുക്കാം. 3 പ്രാവശ്യം പരമാവധി. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണ. 3 പ്രാവശ്യം കറുക. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ. 3 പ്രാവശ്യം അരി കൊടുക്കാം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണ. 3 പ്രാവശ്യം എള്ള. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണ. തുളസി എടുത്ത് ചന്ദനത്തിൽ മുക്കിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മന്ത്രം പറയാം. നിങ്ങളത് ചെയ്യണ്ട, നിങ്ങളത് പറയണ്ട. ഓം ഗന്ധദ്വാരാം ദുരാദർശാം നിത്യപുഷ്ടാം കരീഷിണീം ഈശ്വരീം സർവഭൂതാനാം താമിഹോപ ഹൊയേ ശ്രിയം ഗന്ധം സമർപ്പയാമി. അത് കൊടുക്കാം. ഇനി എള്ള ഈ 3 വിരലുകൾക്കിടയ്ക്ക് എടുത്തൊന്ന് പ്രസ് ചെയ്യാം. നല്ലോണം പ്രസ് ചെയ്തിട്ട്
വെള്ളവും ചേർത്ത് ഓം തിലോദകം സമർപ്പയാമി. അപ്പം തിലോദകവും കൊടുത്തു, നമ്മൾ പിണ്ടവും കൊടുത്തു. ഇനി 3 പ്രാവശ്യം വെള്ളം കൊടുക്കാം. അപ്പോൾ പിണ്ടപൂജ നമ്മൾ നടത്തി, പിണ്ടപൂജ ഭംഗിയായിട്ട് നടത്തി. ഇനി എന്താണ്? കർക്കിടക വാവു ബലി. ബലി എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ബലിഹരണം. ആ ബലിഹരണമാണ് കർക്കിടക വാവു ബലിയാണ്. പിണ്ടകർമ്മം ചെയ്തു, പിണ്ടപൂജ ചെയ്തു, ഇനി ബലിഹരണം ബലിയാണ് നമ്മൾ ചെയ്തത്. ബാക്കി ചോറ് മുഴുവനും കയ്യിലെടുക്കാം. ബാക്കി ചോറ് കയ്യിലെടുത്തിട്ട് പിണ്ടത്തിന് ചുറ്റും നമ്മൾ നിലത്ത്, പിണ്ടത്തിന് തൊടാതെ നിലത്ത് സർക്കുലർ ആകൃതിയിൽ നമ്മൾ ഓണപ്പൂക്കളം ഇടുന്നത് മാതിരി ഇനി പറയുന്ന മന്ത്രം കൊണ്ട് ആ ചോറ് പിണ്ടത്തിന് ചുറ്റും വിതറുക. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ്: എൻ്റെ അമ്മയുടെ വംശത്തിൽ ജനിച്ച് മരിച്ചവരെല്ലാം, അച്ഛൻ്റെ വംശത്തിൽ ജനിച്ച് മരിച്ചവർ, അതുപോലെ എൻ്റെ ഭാര്യയുടെ വംശത്തിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വംശത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചവർ, LKG മുതൽക്ക് എന്നെ PhD വരെ പഠിപ്പിച്ച അധ്യാപകരുടെ കുലത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചവർ, എൻ്റെ കുലത്തിൽ വിരൂപന്മാരായി ജനിച്ചവർ, അംഗവൈകല്യം വന്ന് ജനിച്ചവർ, കുട്ടികളില്ലാതെ ജീവിച്ച് മരിച്ചവർ, വിവാഹം കഴിക്കാതെ ജീവിച്ച് മരിച്ചവർ, ആക്സിഡന്റ് വന്ന് അപമൃത്യുവിൽ മരിച്ചവർ, ഗർഭമലസി മരിച്ചവർ, ഇങ്ങനെ എനിക്ക് അറിഞ്ഞോ അറിയാതെയോ എൻ്റെ കുലത്തിൽ ആരെല്ലാം വേദനാജനകമായ രീതിയിൽ മരിച്ചോ, ഇക്കൂട്ടത്തിൽ നമുക്ക് അതും ചെയ്യാം. ഏതാണ്? ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ചൈന ബോർഡറിലെ യുദ്ധത്തിൽ 10-20 പേര് മരിച്ചു. അവരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 1921 കുറേയധികം ഹിന്ദുക്കൾ ഈ ധർമ്മം വിട്ടുപോകാൻ വിസമ്മതിച്ചവരെ വധിക്കേണ്ട, അവരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ബലി തർപ്പണം നമ്മൾ നടത്താം. അതാണ് ബലിതർപ്പണം എന്ന് പറയുന്നത്. കർക്കിടക വാവു ബലി എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ചോറ് കയ്യിലെടുത്തിട്ട് പിണ്ടത്തിന് ചുറ്റും ഞാൻ പറയുന്ന മന്ത്രം നിങ്ങൾ പറയണം. ഓം മാതൃവംശേ മൃതായേശ്ച പിതൃവംശേ തദൈവച ഗുരു ശ്വശുര ബന്ധൂനാം യേ ചാന്യേ ബാന്ധവാ മൃത യമേ കുലേ ലുപ്തപിണ്ഡാഃ പുത്രധാര വിവർജിത ക്രിയാ ലോപഹതാശ്ചൈവ ജാത്യന്ത പങ്കവസ്തദാ വിരൂപ ആമഗർഭാശ്ച ജ്ഞാതാ ജ്ഞാതാ കുലേ മമ ഭൂമൗ ദത്തേന ബലിന തൃപ്തായാന്തു പരാം ഗതിം. ഈ ഭൂമിയിൽ നൽകുന്ന ബലി കൊണ്ട് ഇവർക്കെല്ലാവർക്കും, നമ്മൾ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആരെ വേണമെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. മനസ്സിൽ അവരെ ഒന്ന് ധ്യാനിക്കാൻ സാധിക്കുമെങ്കിൽ നന്നായി എന്ന് മാത്രം. അപ്പം നമ്മൾ ബലി കൊടുത്തു. ആ ചോറ് മുഴുവനും നമ്മൾ പിണ്ടത്തിൻ്റെ ചുറ്റുമിടുക, ബാക്കി വെക്കേണ്ട. ഇനി കയ്യിലുള്ള കുറേ ചോറ് പറ്റി പിടിച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് സ്പൂണിൽ വെള്ളം ഒഴിക്കുക. കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് അടുത്ത മന്ത്രം 7 കോണ്ടിനെന്റുകളിലുള്ള സർവചരാചരങ്ങൾക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതീത കുല കോടീനാം സപ്ത ദ്വീപ നിവാസീനാം പ്രാണീനാം ഉദകം ദത്തം അക്ഷയ്യം ഉപതിഷ്ഠതു. ആ വെള്ളം പിണ്ടത്തിന് ചുറ്റുമൊഴിക്കാം. നേരത്തെ ബലിഹരണത്തിൽ ചോറിട്ടതിൻ്റെ കൂടെ കയ്യിലുള്ള ആ വറ്റ് എന്ന് പറയുന്ന കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചോറും ബാക്കി വെള്ളവും കൂടി ചേർത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ബലിഹരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പീഠം വിരിച്ചു, പിതൃക്കളെ ആവാഹിച്ചു, പിണ്ടമിട്ടു, പിണ്ടപൂജ നടത്തി, ബലിഹരണം നടത്തി, എല്ലാ പിതൃ ബലി കർമ്മങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് തർപ്പണമുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യാനുള്ള തർപ്പണം എന്താണ്? ശരിക്ക് ഈ പിതൃകർമ്മത്തിൻ്റെ ഭാഗം അവിടെ നിർത്തിയിട്ട് ഇനി നമ്മൾ തർപ്പണം ചെയ്യാൻ പോകുന്നത് സ്പൂണിൽ ഇടത്തെ കയ്യിൽ വെള്ളം എടുത്തിട്ട് വലത്തെ കയ്യിൽ ഒഴിച്ച് താമ്പാളത്തിലേക്ക് ഒഴിക്കേണ്ടതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന തർപ്പണം. ആദ്യം ദേവതുല്യരായ ഋഷിമാർക്കാണ് തർപ്പണം. ഓം ദേവന്മാർക്കാണ്, പ്രകൃതി ദേവിക്കാണ്, പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾക്കാണ്, അന്തരീക്ഷത്തിനും സമുദ്രത്തിനും അതുപോലെ തന്നെ നദികൾക്കും അതുപോലെ തന്നെ പർവ്വതങ്ങൾക്കും വായുവിനും എല്ലാം കൊടുക്കുന്ന തർപ്പണമാണ്. ഓം ഓരോ പ്രാവശ്യം പറയുമ്പോഴും ഓരോ തുള്ളി വെള്ളം കയ്യിലൂടെ താഴത്തേക്ക് വീഴണം. ഓം വിഷ്ണുസ്തൃപ്യതോ, ഓം ബ്രഹ്മാതൃപ്യതോ, ഓം നാഗാഹ തൃപ്യന്തോ, ഓം സമുദ്രാഹ തൃപ്യന്തോ, ഓം നദ്യഃ തൃപ്യന്തോ, ഓം അന്തരീക്ഷം തൃപ്യതോ, ഓം വനസ്പതയഃ തൃപ്യന്തോ,
ഓം ഓഷധയഃ തൃപ്യന്തു, ഓം ഗാവഃ തൃപ്യന്തു, ഓം വിപ്രാः തൃപ്യന്തു, ഓം വേദാः തൃപ്യന്തു, ഓം ഔഷധയഃ തൃപ്യന്തു, ഓം ക്ഷേത്രാः തൃപ്യന്തു. അപ്പോൾ പ്രകൃതിക്ക് കുറേ പേരുടെ നാമം കോമൺ നൗൺ പറഞ്ഞ് നമ്മൾ തർപ്പണം കൊടുത്തു. ഇനിയുള്ളത് ദേവതുല്യരായ ഋഷിമാർക്കുള്ള തർപ്പണമാണ്. ഈ 2 പ്രാവശ്യം നമ്മൾ കൊടുക്കണം. തൃപ്യതോ തൃപ്യതോ പറയുമ്പോൾ 2 ഡ്രോപ്പ് വെള്ളം വീതം കൊടുക്കണം. ഓം ഗൃത്സമദഃ തൃപ്യതോ തൃപ്യതോ, ഓം സനഗഃ തൃപ്യതോ തൃപ്യതോ, സനന്ദനഃ തൃപ്യതോ തൃപ്യതോ, സനഗഃ തൃപ്യതോ തൃപ്യതോ, സനത്കുമാര തൃപ്യതോ തൃപ്യതോ, സനാതനഃ തൃപ്യതോ തൃപ്യതോ. ഇനി കുറച്ച് ഋഷിമാരുടെ പേര് ഒരുമിച്ചാണ്. ഓം ജാനന്തി, ബാഹവി, ഗാർഗ്യ, ഗൗതമ, ബാബ്രവ്യ, മാണ്ഡുക്യ, മാണ്ഡുകേയ തൃപ്യന്തോ തൃപ്യന്തോ തൃപ്യന്തോ. 3 പ്രാവശ്യം. ഇനി സുമന്തോ, ജൈമിനി, വൈശംപായന, സൂത്രകാര, ഭാഷ്യകാര, രാമായണ, മഹാഭാരത, ധർമാചാര്യാഃ തൃപ്യന്തോ തൃപ്യന്തോ തൃപ്യന്തോ. അപ്പോൾ നമ്മൾ ദേവതുല്യരായ ഋഷിമാർക്കുള്ള തർപ്പണം കൊടുത്തു. ഇനി വേദമന്ത്രങ്ങൾ എഴുതിയ ഋഷിമാർക്കുള്ള തർപ്പണമാണ്. അത് 3 പ്രാവശ്യം വീതം കൊടുക്കണം. ഓം കഹോളം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി, ഓം കൗശീതകീം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി, ഓം ശാകലം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി, ഓം ഭാഷ്കളം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി, ഓം ബൗദ്ധായനം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി, ഓം ആപസ്തംഭം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി, ഓം കാത്യായനം തർപ്പയാമി തർപ്പയാമി തർപ്പയാമി. ധാരാളം മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാർ വേദം എഴുതിയവരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എന്ന അർത്ഥത്തിൽ ഏ ചാന്യേ ആചാര്യാഃ തേ സർവേ തൃപ്യന്തു തൃപ്യന്തു തൃപ്യന്തു. ഏ ചാന്യേ ആചാര്യാഃ തൃപ്യന്തു. എല്ലാ ആചാര്യന്മാർക്കുമായിട്ട് ഞാനിതാ ഈ തർപ്പണം കൊടുക്കുന്നു. ഇനി നമ്മുടെ വീട്ടുകാർക്കുള്ളതാണ്. അച്ഛന്, അച്ഛൻ്റെ അച്ഛന്, അവരുടെ അച്ഛന്, അച്ഛൻ്റെ അമ്മയ്ക്ക്, അവരുടെ അമ്മയ്ക്ക്, അതുപോലെ അമ്മയ്ക്ക്, അമ്മയുടെ കുടുംബത്തിലുള്ളവർ, നമ്മളുടെ സഹോദരന്മാർ, ഇവർക്കെല്ലാവർക്കും തർപ്പണം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ചെറിയൊരു കാര്യം, നമ്മൾ പറയുമ്പോൾ ആ പറയുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണ്ട, മരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അടുത്തത് അച്ഛനുള്ള തർപ്പണമാണ്. ഓം പിതരം തർപ്പയാമി. അച്ഛനുള്ള തർപ്പണം പിതരം തർപ്പയാമി. അച്ഛൻ്റെ അച്ഛന് പിതാമഹം തർപ്പയാമി. അവരുടെ അച്ഛന് പ്രപിതാമഹം തർപ്പയാമി. അച്ഛൻ്റെ അമ്മയ്ക്ക് പിതാമഹീം തർപ്പയാമി. അവരുടെ അമ്മയ്ക്ക് പ്രപിതാമഹീം തർപ്പയാമി. പിതൃപ്രപിതാമഹീം തർപ്പയാമി. അമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അമ്മയ്ക്ക് മാതരം തർപ്പയാമി. അമ്മയുടെ അച്ഛന് മാതാമഹം തർപ്പയാമി. അവരുടെ അച്ഛന് മാതൃപിതാമഹം തർപ്പയാമി. അമ്മയുടെ അമ്മയ്ക്ക് മാതാമഹീം തർപ്പയാമി. അവരുടെ അമ്മയ്ക്ക് മാതൃപിതാമഹീം തർപ്പയാമി. അവരുടെ അമ്മയ്ക്ക് മാതൃപ്രപിതാമഹീം തർപ്പയാമി. ഇനി അച്ഛൻ്റെ സഹോദരന്മാർക്ക്, ആ സഹോദരന്മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാർ, സഹോദരന്മാരാണെങ്കിൽ ഭാര്യമാർ, സഹോദരനാണെങ്കിൽ ഭാര്യ, പിന്നെ അവരുടെ മക്കൾക്ക്, അങ്ങനെ അച്ഛൻ്റെ സഹോദരന്മാർക്കുള്ളത് പിതൃഭ്രാതരം തർപ്പയാമി. തത്പത്നീം തർപ്പയാമി. തത്പുത്രം തർപ്പയാമി. ഇനി അച്ഛൻ്റെ സഹോദരിമാർക്ക് പിതൃഭഗിനീം തർപ്പയാമി. തത്ഭർത്താരം തർപ്പയാമി. തത്പുത്രം തർപ്പയാമി. ഇനി അമ്മയുടെ സഹോദരന്മാർക്ക് മാതുലം തർപ്പയാമി. അമ്മാവനാണ് ഇപ്പൊ കൊടുത്തത്. അമ്മാവന്റെ ഭാര്യ, അമ്മാവന്മാരുണ്ടെങ്കിൽ ഭാര്യമാർക്ക് തത്പത്നീം തർപ്പയാമി. തത്പുത്രം തർപ്പയാമി. അമ്മയുടെ സഹോദരിമാര് മാതൃഭഗിനീം തർപ്പയാമി. തത്ഭർത്താരം തർപ്പയാമി. തത്പുത്രം തർപ്പയാമി. ഇനി അവനവൻ്റെ ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മപത്നിയും തർപ്പയാമി. നമ്മളുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ
ആത്മഭർത്താരം തർപ്പയാമി. നമ്മളുടെ മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിലേ ചെയ്യാവൂ. ആത്മപുത്രം പുത്രീം തർപ്പയാമി. നമ്മളുടെ സഹോദരന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മഭ്രാതരം തർപ്പയാമി. അവരുടെ ഭാര്യമാർ മരിച്ചിട്ടുണ്ടെങ്കിൽ തത്പത്നിയും തർപ്പയാമി. അവരുടെ മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ തത്പുത്രം തർപ്പയാമി. നമ്മളുടെ സഹോദരിമാർ മരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മഭഗിനിയും തർപ്പയാമി. അവരുടെ ഭർത്താക്കന്മാർ തത്ഭർത്താരം തർപ്പയാമി. അവരുടെ മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ തത്പുത്രം തർപ്പയാമി. അപ്പം ഏതാണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം നമ്മൾ കുടുംബാംഗങ്ങൾക്ക് തർപ്പണം കൊടുത്തു. ഇനി നമുക്ക് അറിയാത്തവർ വല്ലവരും ഉണ്ടെന്ന് വിചാരിക്കാം. അവർക്ക് ഏ ചാന്യേ ബാന്ധവാഹ തേ സർവേ തൃപ്യന്തു തൃപ്യന്തു തൃപ്യന്തു. അപ്പം നമ്മൾ എല്ലാവർക്കും തർപ്പണം കൊടുത്തു. നമ്മൾ നമ്മൾ പിതൃക്കളെ ആവാഹിച്ചു, പിണ്ടം കൊടുത്തു, പിണ്ടപൂജ നടത്തി, ബലിഹരണം നടത്തി, പ്രകൃതിക്ക് തർപ്പണം കൊടുത്തു. ദേവതുല്യരായ ഋഷിമാർക്ക്, വേദമെഴുതിയ ഋഷിമാർക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും നമ്മൾ തർപ്പണം കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഒരു മന്ത്രം അത് നിങ്ങൾ ചൊല്ലണം. ഓം കായേന വാചാ മനസാ ഇന്ദ്രിയൈർവാ ബുദ്ധി ആത്മനാവാ അനുസൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാം നാരായണന് സമർപ്പിക്കുകയാണ്. ഇനി കൈകൂപ്പിയിട്ട് ഞാനൊരു വേദമന്ത്രം ചൊല്ലാം. അതിൻ്റെ അർത്ഥം ഇതാണ്. എല്ലാം ഈശ്വരനെ സമർപ്പിച്ചിട്ട് നമ്മൾ പിതൃക്കളോട് പറയുകയാണ്, ഞാനിതാ വേദമന്ത്രം ചൊല്ലുന്നു. ആ വേദമന്ത്രത്തിൽ ഞാൻ പിതൃക്കളെ ക്ഷണിച്ച് ഞങ്ങൾ ഇത്രയും നൽകിയ തർപ്പണവും ഈ പിണ്ടവും ഇതെല്ലാം സ്വീകരിച്ച് ഞങ്ങൾ ചെയ്ത തെറ്റിനോട് ക്ഷമിച്ച് ഞങ്ങളെ മാനവരാശിക്ക് വേണ്ടി നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കണമേ, ഊർജം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓം, നിങ്ങൾ കേട്ടാൽ മതി. വേദമന്ത്രാണ്, ചൊല്ലാൻ ബുദ്ധിമുട്ടാണ്. ഓം ത ആഗമന്തു ത ഇഹ ശ്രുവന്തു അതിബ്രുവന്തു തേ അവന്ത്വസ്മാൻ ആച്യാജാനൂ ദക്ഷിണതോ നിഷേധ്യേമം യജ്ഞമഭിഗൃണീഹ വിശ്വേ മാഹിം ശിഷ്ടപിതരഃ കേനചിന്നോ യദ്ധ ആഗപുരുഷതാ കരാമ ആസീനാസോ അരുണീനാമുപസ്ഥേരയും ദത്തദാശുഷേ മർത്യായ പുത്രേഭ്യഃ പിതരസ്തസ്യ വിശ്വപ്രയച്ഛത ഇഹോർജം ദദാത. മാനവരാശിക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഊർജം ഞങ്ങൾക്ക് നൽകിയാലും ഞങ്ങൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തത് ക്ഷമിച്ച് ഞങ്ങളെ ശിക്ഷിക്കാതെ പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം ചൊരിഞ്ഞാലും നമ്മളെല്ലാം നാരായണനും പിതൃക്കൾക്കും സമർപ്പിച്ച് ആ പിതൃക്കളെ യാത്രയാക്കുന്നതിന് മുമ്പ് അവർക്ക് പാലുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന രീതിയിൽ യാത്രയാക്കുന്നതിന് മുമ്പ് ഒരു വേദമന്ത്രം കൂടി ചൊല്ലുന്നു. ആ വേദമന്ത്രം ചൊല്ലുമ്പോൾ പാല് എന്ന രൂപത്തിൽ വെള്ളം നമ്മുടെ വലത്തെ കയ്യിൽ സ്പൂണിൽ വെള്ളം ഒഴിച്ച് ഈ ചൂണ്ടാണി വിരലിലൂടെ അത് ആ പിണ്ടത്തിന് അവരെ യാത്രയാക്കുന്നതിന് മുമ്പ് അവർക്ക് കുടിക്കാനുള്ള പാല് കൊടുക്കുന്നു എന്ന മന്ത്രത്തിൽ അത് നിങ്ങൾ ഒഴിച്ചുകൊണ്ടേയിരിക്കണം. വലത്തെ കയ്യിൽ സ്പൂണിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ഈ വിരലിലൂടെ പിണ്ടത്തിനാണ് വീഴേണ്ടത്, പിണ്ടത്തിന് കൊടുക്കുന്നത്. ഓം സ്വാദുഷം സദാ പിതരോപയോദാഹ കൃച്ഛ്രേ ശ്രിത ശക്തിവന്തോ ഗഭീരാഹ ചിത്രസേന ഇഷുബല അമൃദ്ര സദോ വീര ഉരവോ വ്രാതസാഹ. ഇതിൻ്റെ അർത്ഥം ഇതാണ്. അല്ലയോ പിതൃക്കളെ, നിങ്ങളെ യാത്രയാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിതാ ഞങ്ങൾ പാലിന് തുല്യമായ ജലം സമർപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ വീരന്മാരായിരുന്നു, ഞങ്ങളെ വീരന്മാരാക്കുക. നിങ്ങൾ ധീരന്മാരാണ്, ഞങ്ങളെ ധീരന്മാരാക്കുക. നിങ്ങൾ ധർമ്മ സംരക്ഷണത്തിന് അമ്പും വില്ലും എടുത്തവരാണ്. ഇഷുബല അമൃദ്ര, അങ്ങനെ അമരത്വത്തെ പ്രാപിച്ചവരാണ്. ആ ഞങ്ങളെയും വീരന്മാരാക്കുക. നിങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി ജീവിച്ചവരാണ്, ഞങ്ങളെയും രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ ചൊരിയുക
ഇനി അവരെ യാത്രയാക്കുന്ന സമയത്ത് കൈകൂപ്പിയിട്ട് നമ്മളൊരു മന്ത്രം ചൊല്ലുന്നു. ആ മന്ത്രത്തിൻ്റെ അർത്ഥം ഇതാണ്: ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരോടും സൂര്യചന്ദ്രന്മാരോടും കശ്യപ മഹർഷിയോടും അഗ്നിദേവതയോടും ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു, മഹർഷിമാരോടും പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്ക് ശാശ്വതമായ നന്മ തരണമേ. നിങ്ങൾക്ക് എങ്ങനെയാണ് നന്മ തരിക? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് പരമമായ മോക്ഷമാണെങ്കിൽ മോക്ഷം തരണം. അതല്ല, വീണ്ടും ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാനാണ് താല്പര്യമെങ്കിൽ നല്ല കുലത്തിൽ നിങ്ങൾക്ക് ജന്മം നൽകണം. നിങ്ങൾ നല്ല കുലത്തിൽ ജന്മം എടുത്ത് കഴിഞ്ഞു, ഇപ്പോഴും മനുഷ്യ ശരീരത്തിൽ ഞങ്ങളുടെ പിതൃക്കള് ജന്മമെടുത്ത് ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ പിതൃക്കള് ഏത് ശരീരത്തിലാണോ ഇപ്പോൾ ഇരിക്കുന്നത് ആ വ്യക്തിക്ക് നല്ലത് വരുത്തേണമേ, അവരുടെ കൂടെയുള്ളവർക്ക് നന്മ വരുത്തേണമേ എന്നുള്ളതാണ് പ്രാർത്ഥന. അപ്പം ഞങ്ങൾ നിങ്ങൾക്കിതെല്ലാം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പകരം നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് ഈ ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് ഫ്രൂട്ട്ഫുൾ ആക്കാനായിട്ട് അനുഗ്രഹിക്കണം. അപ്പോൾ ഞാൻ ആ മന്ത്രം ചൊല്ലാം. സാധിക്കുന്നവർ ചൊല്ലുക. എളുപ്പത്തിൽ ചൊല്ലാവുന്ന മന്ത്രമാണ്. ഓം ഈശാന വിഷ്ണു കമലാസന കാർത്തികേയ വന്നി ത്രയാർക്ക നിശാചര ഗണേശ്വരാണാം ക്രൗഞ്ചാമരേന്ദ്ര കലശോത്ഭവ കശ്യപാണാം പാദാം നമാമി പിതൃമുക്തി ഹേതോ. പാദാം നമാമി പിതൃമുക്തി ഹേതോ. നിങ്ങളുടെ പാദങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പിതൃക്കള് അവർക്ക് മുക്തി ലഭിക്കണം. അവർ ജനിച്ച് വീട്ടിൽ ഏതെങ്കിലും നല്ല സ്ഥലത്ത് ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നന്മ അവർക്ക് വരുത്തണം. അപ്പോൾ അവരെ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പറയുകയും ചെയ്തു. ഈ വേദമന്ത്രങ്ങൾ പിണ്ടമിട്ടതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും വരാം. പിണ്ടം കഴിഞ്ഞ് പറയാം, ബലിഹരണം കഴിഞ്ഞ് പറയാം, തർപ്പണം കഴിഞ്ഞ് പറയാം, അവസാനത്തെ മന്ത്രഭാഗമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമ്മളിപ്പോൾ പിതൃകർമ്മം കഴിഞ്ഞു, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഒരു ഓർമ്മ വരികയാണെങ്കിൽ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു അര ഗ്ലാസ് പാല്, കാച്ചിയ പാലായാലും വിരോധമില്ല, പച്ചപ്പാലായാലും വിരോധമില്ല. അര ഗ്ലാസ് വെള്ളം ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ വീടിൻ്റെ ഫ്ലാറ്റിലാണെങ്കിലും എന്നാൽ വീടിൻ്റെ പുറത്ത് വെക്കേണ്ട, വീടിൻ്റെ തെക്ക് ഭാഗത്ത് അര ഗ്ലാസ് വെള്ളം, അര ഗ്ലാസ് പാല് വെക്കുക. അതിന് അപ്പം ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ ആ മന്ത്രം ചൊല്ലുന്നു. ആ മന്ത്രം സാധിക്കുന്നവർ ചൊല്ലാം. ഓം ശ്മശാന അനല ദഗ്ധോസി പരിത്യക്തോസി ബാന്ധവൈഹി ഇദം ക്ഷീരം ഇദം നീരം ആഹാരായ പ്രകൽപ്യതാം. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഉപേക്ഷിച്ച് ശ്മശാനാഗ്നിയിൽ ഒറ്റയ്ക്ക് കത്തിജ്വലിച്ച് ചാരമായ പിതൃക്കളെ നിങ്ങൾക്കായിട്ട് ഈ പാലും വെള്ളവും തരുന്നു. ഈ പാലും വെള്ളവും ഇന്ന് വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ അത് കുടിക്കേണ്ട, ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ തുളസിത്തറയിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ പുറത്തേക്ക് കളയാം. ഇനി നമ്മൾ പിതൃക്കളെ ആവാഹിച്ചു. ഇനി തിരിച്ച് നമ്മൾ വിടുന്നു. ആ പിണ്ടം അല്പം മുമ്പോട്ട് മാറ്റിയിട്ട്, പിണ്ടം അല്പം മുമ്പോട്ട് നീക്കിയിട്ട് അതിൻ്റെ ചുവട്ടിലുള്ള എള്ളെടുത്ത് മുകളിലേക്കിടാം. സ്വർഗം ഗച്ഛസ്വാ. ആ പിണ്ടത്തിൻ്റെ ചുവട്ടിലുള്ള എള്ള നമ്മൾ മുകളിലേക്ക് ഇട്ടു. അപ്പോൾ എവിടെ നിന്നാണോ അവരെ നമ്മൾ കൊണ്ടുവന്നത് അവിടേക്ക് തിരിച്ചു വിട്ടു, ഉദ്വസിച്ച് തിരിച്ചു വിട്ടു. ഇനി ആ പിണ്ടം വലത്തെ കയ്യിലെടുത്ത് ആ ചോറ് ഉള്ള പാത്രത്തിലേക്ക്, ഉണ്ടായിരുന്ന പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഇലയിലേക്ക് വെക്കുക. ഇതം പിണ്ടം ഗയാർപ്പിതോ അസ്തു. ഈ പിണ്ടം ഞാൻ ഗയയിൽ സമർപ്പിക്കുന്നതായിട്ട് തീരട്ടെ. അത് ചെയ്തു. ഇനി ബാക്കിയെല്ലാം പൂർണ്ണമായിട്ട് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ദർഭപുല്ലും ചുറ്റുമുള്ള ചോറും എല്ലാം കൂടി ചേർത്ത് ഇലയിൽ വെക്കാം. ഇലയിൽ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി എന്തെങ്കിലും പൂവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിൽ 3 പ്രാവശ്യം വെള്ളമെടുത്ത് ഇലയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പിണ്ടത്തിൻ്റെ മുകളിൽ അവസാനീയ അർഘ്യമിതം, എല്ലാം അവസാനീയ അർഘ്യമിതം, അവസാനം അർഘ്യവും കൊടുത്തു. ഇനി ഇതെല്ലാം, ഈ പിണ്ടം നിങ്ങൾക്ക് മണ്ണിൽ വേണമെങ്കിൽ കുഴിച്ചിടാം, അത് വേണമെങ്കിൽ ചെടിച്ചട്ടിയിലിടാം. നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നെങ്കിൽ പുറത്ത് കളയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെടിച്ചട്ടിയിലിടാം. അതല്ലെങ്കിൽ ഏതായാലും ടോയ്ലറ്റിലും വാഷ് ബേസിനിലും ഒഴികെ ബാക്കി എവിടെ വേണമെങ്കിലും ഇടാം. പിണ്ടം കാക്കയ്ക്ക് കൊടുക്കണ്ട. നിങ്ങൾ വായസ ബലി നടത്താൻ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ രീതിയിൽ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ചോറ് വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ കാക്കയ്ക്കുള്ള ബലി കൊടുത്തിട്ടില്ല, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ന ദിവസമായതുകൊണ്ട്. ബാക്കി നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം പൊതിഞ്ഞ്
പശുവിന് വേണമെങ്കിൽ പശുവിന് കൊടുക്കാം, പശു ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുഴിച്ചിടാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതേപോലെ ചെയ്യുക. എന്ത് ചെയ്താലും കഴിയുന്നത്രയും അത് കാക്കയ്ക്ക് കൊടുക്കേണ്ട, പട്ടിയോ മറ്റു മൃഗങ്ങളോ എടുക്കാതിരിക്കാനും വളരെ മോശമായ ഒരു ചുറ്റുപാടുകളിൽ നിക്ഷേപിക്കാതിരിക്കാനും ശ്രമിക്കുക. ഏതായാലും നമ്മൾ ഭംഗിയായിട്ട്, ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ കൊറോണ വന്നതുകൊണ്ട് നമുക്ക് ലോകമെമ്പാടുമുള്ള വ്യക്തികൾക്ക് ഈ പിതൃകർമ്മം നടത്താൻ ഒരു കുഴപ്പവുമില്ലാതെ, കുറവുമില്ലാതെ പിതൃകർമ്മം നടത്താനുള്ള എല്ലാവർക്കും പിതൃകർമ്മം നടത്താനുള്ള അവസരം നമുക്ക് ലഭിച്ചു. എല്ലാവർക്കും അതിൽ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കറക്റ്റ് 8 മണിക്ക്, 7 മണിക്ക്, അടുത്തത് 7 മണിക്ക്, 8 മണിക്ക്, 9 മണിക്ക് 3 ബാച്ചിലുണ്ടാവും. വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ 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 സന്തോഷമുണ്ട്. നിറഞ്ഞ ഹൃദയത്തോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതിയഹം പ്രാർത്ഥയാമി. നിങ്ങൾ ഈ ക്രിയാദക്ഷിണ തൊട്ടടുത്ത് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. അതല്ലെങ്കിൽ കഴിയുന്നത്രയും സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിൽ, അനാഥാലയങ്ങൾക്ക്, വ്യക്തികൾക്ക്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുക.